ഹായ്, എല്ലാവർക്കും നമസ്കാരം. എങ്ങും കറുത്ത പുക, തുളഞ്ഞു കയറുന്ന കരിഞ്ഞ മാംസത്തിൻ്റെ മണം. സമ്മറായാൽ സ്വിറ്റ്സർലൻഡിലെ ദേശീയ മണമാണിത്. ഇരുണ്ട നാളുകൾക്ക് ശേഷം തെളിഞ്ഞു കിട്ടുന്ന പകലിൻ്റെ ആഘോഷമാണ് ഇവിടുത്തെ ബാർബക്യൂ. അത്തരമൊരു ബാർബക്യൂവിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. സ്വിസ് മലയാളി അസോസിയേഷൻ ബാസലിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഗ്രില്ലാണ്. ഞങ്ങൾ ഗ്രില്ല് തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. വെറൈറ്റി സലാഡുകൾ, കോഴി, ആട്, പന്നി, ഇങ്ങനെയുള്ള പല പല ഭക്ഷണ സാധനങ്ങൾ, പഴമുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾ കഞ്ഞിയും പയറിനോട് കൂടി പിരിയും. എല്ലാവരും അതുവരെ നിൽക്കണം. ഇന്നിവിടെ വന്ന എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷവും നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഞങ്ങൾ എല്ലാവരും സ്വിസ് മലയാളി അസോസിയേഷൻ ഒരുക്കുന്ന ഗ്രിൽ പാർട്ടിയിലാണ്. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. എല്ലാവരും ഗ്രില്ലൊക്കെ തുടങ്ങി. ഗ്രില്ല് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നല്ലേ? ഗ്രില്ല് നടത്തുന്നത് എപ്പോഴും നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു വേദിയാണിത്. നമുക്ക് കൊച്ചു വർത്താനങ്ങളൊക്കെ പറയാൻ, നമ്മുടെ ജോലിയുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഒരു ദിവസം നമ്മുടെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള ബീയിങ് ടുഗദർ, ആ ഒരു വലിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. അപ്പം തമാശകളുണ്ട്, ചിരിക്കാം, കൊച്ചു വർത്താനങ്ങൾ പറയാം, കുറച്ചൊക്കെ കുറ്റമൊക്കെ പറയാം. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്യാണ്. വളരെ മനോഹരമായ ഒരു കാലാവസ്ഥയാണ്. നല്ല സണ്ണി ആയിട്ടുള്ള ടെമ്പറേച്ചർ. എല്ലാവരും നല്ലൊരു ഹാപ്പി മൂഡിലാണ്. ഇവിടുത്തെ കുറെ വിശിഷ്ട അതിഥികളൊക്കെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്യാണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഏതൊരു കൂട്ടായ്മയും ഗ്രില്ലാവട്ടെ, ഓണാവട്ടെ, ക്രിസ്മസ് ആവട്ടെ, ഈസ്റ്റർ ആവട്ടെ, നമ്മൾ അന്യനാട്ടിലാണ്. അപ്പം നമുക്ക് സഹകരിക്കാൻ പറ്റുന്ന സമയങ്ങളൊക്കെ വളരെ നല്ലതാണ്. കാരണം അത് നമ്മളുടെ ഒരു ഐക്യം വളർത്താനും പരസ്പരം കണ്ട് ജീവിതം ലൈഫ് ഈസ് ഷോർട്ട് എന്നാ പറയാം. അപ്പോൾ ഇപ്പൊ തന്നെ എന്തുമാത്രം ഫ്രണ്ട്സ് എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. ഇവിടെ ഉള്ളവർ എല്ലാവരും ദൈവം വിളിച്ചിട്ട് പോയിട്ടുണ്ട് കുറേ പേര്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ എൻജോയ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ല കാര്യം. ஓகே, எங்கள் ஊரில் இல்லை, இந்த மாதிரி இல்லை. இங்கே தான் ஃபஸ்ட் டைம் நல்லா சிறப்பாக செஞ்சுருக்குறாங்க. நல்லா இருக்குது. ஃபங்க்ஷன் நல்லா இருக்கு, சந்தோஷமா இருக்கு, நல்லா இருக்கு. ഫുഡ് അതുதான் എല്ലാത്തിനുമേ സൂപ്പർ சொல்லிட்டோம். SMA ഗ്രില്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രില്ലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടില് പുട്ട് തിന്നുന്ന ഒരു പരിപാടി. ആദിമ മനുഷ്യൻ പച്ചയ്ക്ക് മാംസം ഭക്ഷിച്ചു. എന്നോ ഒരു നാൾ ഒരു കാട്ടിലെ തീയിൽ ആ മാംസം വെന്ത് കഴിച്ചപ്പോൾ അവൻ അതിന്റെ രുചി അറിഞ്ഞു. പിന്നീട് മനുഷ്യർ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയപ്പോൾ അതിനോട് കൂടി മറ്റു പല വിഭവങ്ങളും, സലാഡുകൾ, പച്ചക്കറികളെല്ലാം ചേർത്ത് കഴിച്ചു തുടങ്ങി. നാട്ടിൽ നിന്ന് എല്ലാവരും യൂറോപ്പ് തേടുമ്പോൾ ഈ ചുടൽ പ്രക്രിയ എല്ലാവരും തന്നെ നാട്ടിൽ ഇപ്പൊ തുടങ്ങിയിരിക്കുകയാണ്. മറ്റേ കറി വെച്ച് കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നന്നായി ഇതിന്റെ ഫാറ്റ് ഇത് ഉരുക്കി തീർന്നുകൊണ്ട് കൊളസ്ട്രോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നാട്ടിലും എല്ലാവരും ഇതൊരു ശീലമാക്കുക. ഒപ്പം നല്ല പച്ചക്കറിയും കഴിക്കുക, ശരീരത്തിന് നല്ലതാണ്. ഇറച്ചി ചുട്ടു തിന്നുന്നതിന്റെ ടേസ്റ്റ് വേറൊന്നാണ്. അത് വളരെ ആരോഗ്യപരമായിട്ടാണ്. അതിനകത്ത് എണ്ണയില്ല, വറക്കണ്ട, പിന്നെ ഇറച്ചിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടുന്നില്ല. പിന്നെ ഇറച്ചി ചുട്ടു തിന്നാൽ നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്നുള്ള നല്ലൊരു കൂട്ടായ്മയാണ്. നല്ല രസമാണ്. വർത്താനം പറഞ്ഞും ചിരിച്ചും തമാശകൾ പറഞ്ഞും പഴയകാല ചരിത്രങ്ങൾ ഞങ്ങളൊക്കെ പല വർഷങ്ങൾ മുമ്പ് വന്നവർ അന്നത്തെ ഇപ്പോഴത്തെയൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഒത്തിരി രസകരമായ ഒരു അവസരമാണിത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നു. ആടാനും പാടാനും ഇഷ്ടംപോലെ നല്ല നല്ല സാധനങ്ങൾ കഴിക്കാനും കുടിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻജോയ് ചെയ്യുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു വൺ ഡേ, എല്ലാവരും എല്ലാം മറന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു ദിവസം. എല്ലാവർക്കും ഹാപ്പിയാണ്. പരസ്പരം കാണുന്നതിലും പഴയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിലും എല്ലാവർക്കും സന്തോഷം. സ്വിസ് സഞ്ചാരിയുടെ ലോക ആകമാനമുള്ള എല്ലാ വ്യൂവേഴ്സിനും ബാസലിൽ നിന്നുള്ള ഹായ്. ഇന്ന് ഞങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിലെ ആദ്യത്തെ ഏറ്റവും നല്ല ഒരു സണ്ണി ക്ലൈമറ്റ് ആണ്. ഏതാണ്ട് ഒരു 30 ഡിഗ്രിയോട് അടുത്തുള്ള ഒരു ക്ലൈമറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ക്ലൈമറ്റ് മാറിക്കഴിയുമ്പോഴത്തേക്ക് സണ്ണി ക്ലൈമറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു വേദി എന്ന് പറയുന്ന ബാർബിക്യൂ ആണ്. ഞങ്ങൾ മലയാളി കമ്മ്യൂണിറ്റി ആണെങ്കിലും അതേപോലെ ഇവിടെയുള്ള സ്വിറ്റ്സർലൻഡിലുള്ള മറ്റുള്ള കമ്മ്യൂണിറ്റികൾ എല്ലാവരും തന്നെയും ഇതേപോലത്തെ ക്ലൈമറ്റ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഗെറ്റ് ടുഗദർ നടക്കുന്നതും ബാർബിക്യൂ വേദിയിലാണ്.
ഞങ്ങൾ ഇന്ന് അതേപോലെ ഒരു ദിവസം ഞങ്ങൾ ബാർബിക്യൂവിന് വേണ്ടി മാറ്റിവെച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിട്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം ഏതാണ്ട് ഒരു 7-8 മണിയോട് കൂടിയായിരിക്കും ഇത് പര്യവസാനിക്കുന്നത്. വൈകുന്നേരം നമ്മുടെ നാട്ടിലത്തെ ഞങ്ങൾ കഞ്ഞി നാടൻ ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി കഴിച്ചിട്ടായിരിക്കും ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. വളരെ വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോഴത്തേക്ക്. ഇതേപോലെ ഒരു സണ്ണി ക്ലൈമറ്റിനാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഭാഗ്യം എന്ന് പറയുന്നത്. വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു മുഹൂർത്തമാണ്. ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ബൈ. ബാസലിലുള്ള മലയാളി കൂട്ടായ്മയാണ് സ്വിസ് മലയാളി അസോസിയേഷന്. ഞങ്ങൾ എല്ലാ കൊല്ലവും കുടുംബ കൂട്ടായ്മ പോലെ ഒരു ബാർബിക്യൂ പരിപാടി നടത്താറുണ്ട്. അംഗങ്ങളായിട്ടുള്ള എല്ലാവരും എത്താറുണ്ട്. എല്ലാവരും എത്തി ഞങ്ങൾ സന്തോഷത്തോടുകൂടി ആ പരിപാടികൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. SMAയുടെ ഗ്രില്ലും സ്പോർട്സുമാണ് ഇന്ന് നടന്നിരുന്നത്. വുമൻസും മെൻസും പിള്ളേരുടെയും സ്പോർട്സുകളെല്ലാം നടത്തിയിരുന്നു. അതിനുള്ള സമ്മാനങ്ങളും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ആഘോഷമായിട്ട് സ്പോർട്സ് പരിപാടികൾ നടന്നു. എല്ലാവരും സഹകരിച്ചു. നല്ലൊരു ഗ്രൂപ്പാണ് നമുക്ക് ഈ SMAയിൽ കിട്ടിയിരിക്കുന്നത്. ആ ഗ്രൂപ്പിലെ എല്ലാവരും തന്നെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. സ്പോർട്സ് വളരെ ഭംഗിയായിട്ട് നടത്തി. ഓഗസ്റ്റ് 30-നാണ് ഞങ്ങളുടെ ഓണം. 24 കൂട്ടം കറികളുള്ള അതിവിപുലമായ ഒരു ഓണസദ്യയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. എല്ലാവരെയും ഹാർദവമായിട്ട് ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു.